കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ നേർച്ചകളോ പണമോ നൽകണോ എന്നൊക്കെ. പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ബൈബിൾ വ്യക്തമായി നൽകുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നു, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല, ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രയെന്ന്. അതെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിന് നമ്മുടെ പണമോ ഭൗതിക സമ്പത്തോ ഒന്നും ആവശ്യമില്ല. ദൈവം നോക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്കാണ്. അതെ, നമ്മുടെ സ്നേഹവും വിശ്വസ്തതയും സമർപ്പണവുമാണ് ദൈവത്തിന് ആവശ്യം. വഴിപാട് എന്നുള്ളത് കെട്ടുകാഴ്ചകളല്ല, ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതമാണ് ഏറ്റവും വലിയ വഴിപാട്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മീഖ പ്രവാചകൻ പറയുന്നത് എന്താണെന്ന് നോക്കൂ. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അതെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് സത്യസന്ധമായും പക്ഷപാതമില്ലാതെയും പെരുമാറി നീതി പ്രവർത്തിക്കാൻ, മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ, സ്നേഹത്തോടെ പെരുമാറി കരുണ കാണിക്കാൻ, എല്ലാ വിജയങ്ങളിലും ദൈവത്തെ ഓർത്തുകൊണ്ട് വിനയത്തോടെ ജീവിക്കാൻ. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണെന്നും അവിടുത്തെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ടെന്നും ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ജീവിക്കുമ്പോൾ നമ്മിൽ ദൈവഹിതം നിറവേറുന്നു. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുക എന്നാൽ എന്താണെന്നാണ് ദാനിയേലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അന്യദേശത്ത് തടവുകാരനായിരുന്നിട്ടും തൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അവൻ വിട്ടുവീഴ്ച ചെയ്തില്ല. സിംഹക്കുഴിയിൽ എറിയപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അവൻ ദൈവത്തെ ആരാധിക്കുന്നത് നിർത്തിയില്ല. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഇത്തരം അചഞ്ചലമായ വിശ്വാസമാണ്. നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ നമ്മെ മുറുകെ പിടിക്കും എന്ന് ബൈബിൾ നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതെ, നമ്മുടെ ദൈനംദിന ജോലികളിലും ബന്ധങ്ങളിലും ദൈവത്തെ മുൻനിർത്തുക. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവർക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കുക. നമ്മിൽ മറ്റുള്ളവർക്ക് ദൈവസ്നേഹം അനുഭവപ്പെടണം. കർത്താവിൽ പ്രിയരെ, ദൈവം നമ്മിൽ നിന്ന് പണമോ നേട്ടങ്ങളോ അല്ല, മറിച്ച് വിശ്വസ്തമായ ഒരു ഹൃദയമാണ് ആഗ്രഹിക്കുന്നത്. വഴിപാടുകൾക്ക് ഉപരിയായി ദൈവഹിതത്തിന് അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുക. നമ്മുടെ കുറവുകളെ ദൈവം അറിയുന്നു, എങ്കിലും നമ്മെ അവൻ സ്നേഹിക്കുന്നു. അവിടുത്തെ വഴികളിലൂടെ നടക്കാൻ നമുക്ക് ഇന്ന് തീരുമാനമെടുക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഇന്ന് നൽകിയ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ നീതിയോടെയും കരുണയോടെയും വിനയത്തോടെയും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഭൗതികമായ കാഴ്ചകളേക്കാൾ ഉപരിയായി എൻ്റെ ഹൃദയത്തെ അങ്ങേയ്ക്കായി സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധിയോടെ നടക്കുവാൻ കൃപ നൽകണമേ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഭയപ്പെടാതെ അങ്ങയുടെ കരം പിടിച്ചു മുന്നേറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എല്ലാ മഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ കൃപയോടെ കേട്ടുത്തരം വല്ലുമാറാകണമേ. ആമേൻ.